പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് 2024 സെപ്റ്റംബർ മാസം 24-ാം തീയതി 997-ാമത്തെ എപ്പിസോഡാണിത്. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കത്തോലിക്ക സഭയുടെ ഇതിൻ്റെ ആദ്യത്തെ പേജ് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇതൊന്ന് പേജ് എടുത്ത് ഇതിൻ്റെ മാർപ്പാപ്പ പറഞ്ഞേക്കണ ആ മാർപ്പാപ്പയുടെ അനുശാസനം എഴുതിയിരിക്കണ പേജ് അത് വായിക്കുമ്പോഴാണ് ഈ പുസ്തകം ഇതൊരു പിള്ളേര് കളിയല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പിള്ളേര് കളിയല്ല. ഇത് മാതാപിതാക്കൾ കളിച്ചിട്ട് വേണം പിന്നെ പിള്ളേർ പഠിക്കണമെങ്കിൽ. ഇവിടെ കണ്ടോ, മലയാളത്തിൽ ഇതിൻ്റെ നോക്കിക്കോ, എന്താണ് ഇവിടെ എഴുതിയേക്കുന്നത്? ഇപ്പോൾ എഴുതിയേക്കുന്നത് വിശ്വാസ നിക്ഷേപം എന്നാണ്. വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്നാണ് എഴുതിയേക്കുന്നത്. സഭയുടെ വിശ്വാസ നിക്ഷേപമാണിത്. കുർബാനയെക്കുറിച്ച് പഠിക്കണത് ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, അത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കണം. അപ്പം അതുകൊണ്ട് ഒരു അപ്പനും അപ്പൂപ്പനും എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മൾ മാതാപിതാക്കളായ നമ്മൾക്ക് ഏറ്റവും അർജൻറ്റായിട്ട് ആവശ്യമുള്ള കാര്യമാണ് സഭയുടെ ഈ വിശ്വാസ നിക്ഷേപം. നമ്മുടെ ആത്മാവിൽ നിറഞ്ഞാലേ നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞുമക്കളും, നമ്മൾ ഈ അപ്പാപ്പനും അമ്മാമ്മയും ആയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വസ്തുവകളും സമ്പത്തും ഒന്നും അല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, വിശ്വാസം. അപ്പം ഇത് ഞാൻ പറയുന്നത്, ഇത് നമ്മളെല്ലാവരുടെയും വേദനയാണ്, എല്ലാ കുടുംബങ്ങളുടെയും വേദന. വിശ്വാസം അടുത്ത തലമുറകളിലേക്ക് എങ്ങനെ പ്രസരിക്കും? അതിനേറ്റവും എളുപ്പം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഇത് മുഴുവനും നിറയണ്ടേ. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ നിക്ഷേപം നിറയണ്ടേ. പ്രവാചക അഭിഷേകം, എല്ലാവരിലുമുള്ള പ്രവാചക അഭിഷേകം ജ്വലിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh my children, oh my beloved children, I have anointed you with all my anointings. You are none less than Jesus Christ. Please do not discard the anointing that I have given you. Come, thirst for the anointing. You will be given in abundance. You are given in abundance. Ask for it, you will get. Knock for it, it will be open. It is ready to be open for all of you. You will need it. I am ready to give you, pouring on you. Listen to me. Come back to my word. Listen to my voice. You are my shepherd. You are my sheep. I am your shepherd. Listen to my voice. It is given. It is upon you. It is within you. It is around you. Take it. Take it. Have it. You are given. ത്രിവിധ ദൗത്യങ്ങൾ, ത്രിവിധ anointing, ത്രിവിധ അഭിഷേകങ്ങൾ എല്ലാം ഉണ്ട് മക്കളെ, എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. ശത്രുവിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും നിങ്ങൾക്ക് ചേർത്ത് നിൽക്കാൻ ഈ ത്രിവിധ അഭിഷേകങ്ങൾ മതി. ഈ ത്രിവിധ അഭിഷേകങ്ങൾ നിങ്ങൾക്കുണ്ട്. എടുത്ത് ഉപയോഗിക്കുക, ചോദിക്കുക. Praise the Lord, praise the Lord. കണ്ടോ, ഇനി അടുത്ത പ്രവചനത്തിനായിട്ട് കാതോർക്കണം. എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ പെസഹ രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. എന്റെ പെസഹ രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഇനിയും ആ നിധി നിങ്ങൾ മുഴുവനും അനുഭവിച്ചിട്ടില്ല. എന്റെ പെസഹ രഹസ്യങ്ങളുടെ ആഴം ഇനിയും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ശകലമക്കുറ ശിരിയലമറക്കീര മക്കറമിയലമക്കറ മക്കറമിലിയ. എന്റെ കൗദാശികത്വം, എന്റെ കൗദാശികത്വത്തിന്റെ
ആന്തരിക ശക്തി നിങ്ങൾക്ക് ഞാൻ പകരും. കൗദാശിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പകരും. കൗദാശിക രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വലിയ സ്വാതന്ത്ര്യം നിങ്ങളെ ഞാൻ അനുഭവിപ്പിക്കും. ഞാൻ പിതാവിനോടൊപ്പം സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് സ്വർഗീയ ജെറുസലേമിൽ സ്വർഗീയ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന നിത്യപുരോഹിതനാകുന്നു. ഞാൻ സ്വർഗീയ ആരാധനയിൽ നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിത്യപുരോഹിതനാകുന്നു. ആ നിത്യപുരോഹിതന്റെ അനുദിന അർപ്പണത്തിലാണ് നിങ്ങൾ ഭൂമിയിൽ പങ്കാളികളാവുന്നത്. ഞാൻ നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, മഹത്വീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം നടത്തി കഴിഞ്ഞ ആ ആരാധനയിലാണ് നിങ്ങൾ പങ്കുചേരുന്നത്. ഈ വെളിച്ചം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകരും. ഈ രഹസ്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകരും. ഇന്നു മുതൽ വിശുദ്ധ കുർബാന അർപ്പണം പെസഹ രഹസ്യങ്ങളുടെ വലിയ ആഘോഷമായി നിങ്ങൾ അനുഭവിക്കും. ആഘോഷം. ആമേൻ, 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 ആമേൻ. ഇപ്പോ ഇതിന്റെ സ്ഥിരീകരണത്തിനായിട്ടുള്ള രോഗശാന്തി ആദ്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ സ്ഥിരീകരണത്തിനുള്ള രോഗശാന്തി, ഒരാളുടെ മുട്ടിന്റെ ചിരട്ട തെന്നിപ്പോയത്, മുട്ടിന്റെ ചിരട്ട തെന്നിപ്പോയത് ഇപ്പത് റീഫിക്സ് ആവുന്നു. ഇപ്പോ അത് പൂർവ്വ സ്ഥാനത്തേക്ക് വന്ന് അത് സൗഖ്യമാവുന്നു. ഇത് ഇപ്പോ വരുന്ന ഒരു സന്ദേശം, മറ്റൊരു സൗഖ്യം. ഒരാളുടെ പൈൽസ് ചുരുങ്ങി അകത്തേക്ക് കയറി പോകുന്നു. പൈൽസിന് സൗഖ്യം ഉണ്ടാവുന്നു. പൈൽസ് രോഗത്തിന് ഉള്ള ഒരാൾക്ക് സൗഖ്യം ഉണ്ടാവുന്നു. മൂന്നാമത് എനിക്ക് കാണിച്ചു തരുന്നത് തൊണ്ടയിലുള്ള വേദന മാറുന്നു. പക്ഷെ ആ വേദന മാത്രമല്ല, തൊണ്ടയിൽ എന്തോ ഒരു തൊണ്ടയിൽ എന്തോ ഒരു പൊളിപ്പ് എന്ന് പറഞ്ഞാൽ പൊളിപ്പ്, അതായത് ഒരു പോളൻ മാതിരി. കുരു, തൊണ്ടയിൽ ഇങ്ങനെ ഒരു കുരു വന്നിട്ട് അത് പഴുത്തിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോ ടോൺസിലൈറ്റിസ് പോലെയുള്ളത് അത് സൗഖ്യമാകുന്നു. അപ്പൊ ഈ 3 സൗഖ്യങ്ങളാണ്. ഒന്ന്, മുട്ടിന്റെ ചിരട്ട തെന്നിപ്പോയ ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. രണ്ടാമത് നമ്പർ 2 പൈൽസ് സൗഖ്യപ്പെടുന്നു. മൂന്നാമത് തൊണ്ടയിലെ ടോൺസിലൈറ്റിസ് മാതിരിയുള്ള ഒരു അസുഖം സൗഖ്യപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നു. നമ്മൾ 1137 തന്നെ ഇന്ന് ഒന്നുകൂടി പഠിക്കാൻ പോവുകയാണ്. 1137. എന്നിട്ട് അതിനെ വേറൊരു കൂടുതൽ ആഴമായ ഒരു വിശദീകരണം ഞാൻ ഇന്നത്തെ കുർബാനയിൽ എനിക്കുണ്ടായ അനുഭവത്തിനും കൂടി ചേർത്തുകൊണ്ട് ഞാൻ പറയാം. അതിൻ്റെ ടൈറ്റിൽ തന്നെ സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ. ഈ 1137 മുൻപ് സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ എന്നതിന് മാർജിനൽ പാരഗ്രാഫാണ് ആദ്യം ഞാൻ വായിക്കുന്നത്. 2642. ഇങ്ങനെയാണ്: ഉടൻ സംഭവിക്കേണ്ടവയുടെ വെളിപ്പെടുത്തൽ അഥവാ വെളിപാട് സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം 127 വെളിപാട് പുസ്തകത്തിലെ സാക്ഷികളുടെ രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താലും നിർവഹിക്കപ്പെടുന്നു. പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിന് സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും
മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിൽ ഇരിക്കുന്നവരെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു. മനസ്സിലായോ? ഇതെല്ലാം സ്വർഗീയ ആരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകണം. ഇപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ ഉണ്ടോ? ആഘോഷിക്കുന്നവർ. അപ്പം കർത്താവ് ഈശോ മിശിഹ ആ സ്വർഗീയ ആരാധനയുടെ ആഘോഷണത്തിലാണ്. ആ ഈശോയോടൊപ്പം ആരെല്ലാം ഉണ്ട്? അതാണ് സാക്ഷികൾ, രക്തസാക്ഷികൾ. രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താലും നിർവഹിക്കപ്പെടുന്നു. പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിന് സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു. അവരുമായി ഐക്യപ്പെട്ട്, ഇതാണ് വളരെ പ്രധാന കാര്യം. എൻ്റെ ഈ പുസ്തകത്തിൽ അത് ഒരുപാട് അടിവരയിട്ടിട്ടുണ്ട്. അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും ഉണ്ടോ? അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ അകത്ത് വരുന്നത്, ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാൻ. കേട്ടോ? അപ്പൊ ഈ ഗീതങ്ങളൊക്കെ ആലപിക്കുമ്പോൾ അതിങ്ങനെ പാടിയാൽ പോരാ. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഈ രക്തസാക്ഷികളും ഇവരെല്ലാവരും ഈ അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. യാചനയാലും മധ്യസ്ഥത്താലും വിശ്വാസം എല്ലാ പ്രത്യാശയ്ക്കും എതിരെ പ്രത്യാശ പുലർത്തുകയും. ഇത് അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, അബ്രാഹം സകല പ്രത്യാശയ്ക്കുമെതിരെ, എഗൻസ്റ്റ് ഹോപ്പ് ഹി ഹോപ്ഡ്. അതായത് അവൻ്റെ ഭാര്യ വന്ധിയാണ്, അവൾ മെനോപ്പസിലേക്ക് കടന്നിരിക്കുന്നു, എന്നിട്ടും അവൻ വിശ്വസിച്ചു. അതാണ് പ്രത്യാശയ്ക്കും എതിരെ പ്രത്യാശ പുലർത്തുകയും എല്ലാം സമ്പൂർണ്ണ ദാനവും ആരിൽ നിന്ന് നിർഗളിക്കുന്നുവോ ആ പ്രകാശങ്ങളുടെ പിതാവിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശ്വാസം സംശുദ്ധമായ സ്തുതിപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും 1137 വരിക. 1137 വരിക. അപ്പോൾ ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ചർച്ച് ഓൺ എർത്ത് എന്ന് പറയുമ്പോൾ നമ്മളാണ് ആ സഭ. അതായത് ഈ പരിശുദ്ധൻ 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 എന്ന് അവിടെ സ്വർഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരോടൊപ്പം ആ സ്വർഗീയ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഭൂമിയിലെ സഭ എന്ന് പറഞ്ഞാൽ ആരാ? സഭ എന്ന് പറഞ്ഞാൽ ആരാ? മെത്രാന്മാരും വൈദികരും ആർപ്പാപ്പയും മാത്രമാണോ സഭ എന്ന് പറഞ്ഞാൽ? സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ്, വിശ്വാസികളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് വളരെ പ്രധാന കാര്യമാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. 1137 നമ്മൾ 3-ാം ദിവസമാണിത് പഠിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വലിയൊരു രഹസ്യം ഇന്ന് എനിക്ക് കണ്ടുകിട്ടാൻ സാധിച്ചു. അത് വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധനക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു. കണ്ടോ? എന്താ വെളിപ്പെടുത്തുന്നത്? സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം
എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. അപ്പൊ ഇവിടെയാണ് പ്രധാന ഒരു കാര്യം. ആ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ എഴുതിയിരിക്കുകയാണ് ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാകുകയും ചെയ്ത ക്രിസ്തു. ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാകുകയും ചെയ്ത ക്രിസ്തു. അതാണ് പെസഹ രഹസ്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രധാന ചിന്ത കേട്ടോ. അതിലേക്ക് നമ്മൾ തിരിച്ചു വരാം. യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ, യഥാർത്ഥ വിശുദ്ധ സ്ഥലം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ സ്വർഗീയ ജെറുസലേം, ആ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുന്നു, നിത്യപുരോഹിതനായി വന്നിരിക്കുന്നു. യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ. സങ്കീർത്തനം 110 ഓർക്കുകയാണ്, നീ എന്നേക്കും പുരോഹിതനാകുന്നു, മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു, ഇതിന് മാറ്റമുണ്ടാവുകയില്ല. സങ്കീർത്തനം 114. അതാണ് ഈശോയുടെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള പ്രവചനം. അപ്പോൾ ഏക പ്രധാന പുരോഹിതൻ. ഇനി അടുത്തതാണ്, സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ആ പുരോഹിതന്റെ പ്രത്യേകത? ആ പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ബലി അർപ്പിക്കുക മാത്രമല്ല, ബലി അർപ്പണ വസ്തുവായി മാറിയിരിക്കുന്നു. ആണ് സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കണ്ടോ, അതായത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ബലി അർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, എന്നാൽ അതേസമയം ആ സമർപ്പിക്കുന്ന ബലിവസ്തു ആരാ? കുഞ്ഞാടാണ്. പക്ഷെ ഏതാണ് ആ കുഞ്ഞാട്? ആ കുഞ്ഞാട് ക്രിസ്തു തന്നെയാണ്. ആണ് സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു, നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്നു. ഒരേ വ്യക്തി. അവസാനമായി ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും അപ്പോ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൻ്റെ നദി, അതാണ് പുതുജീവൻ. പരിശുദ്ധാത്മാവിലുള്ള പുതുജീവൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വഴി. ഓക്കെ, ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളൊടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ. കണ്ടോ, അപ്പോ ഇവിടെ ഈ മിശിഹാ കർത്താവിന്റെ തിരുമൈ നിണം എന്ന് പറയുന്നത് ഈ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് ഈ വിശ്വാസി സമൂഹം മുഴുവനുമാണ്. സഭ മുഴുവനും അവിടെ വീണ്ടും അർപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അതിന്റെ ഗദ്യരൂപം എടുക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും, കണ്ടോ, തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കണ്ടോ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ഇത് രാസ കുർബാനയിലായിരിക്കാം, പക്ഷേ ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും
തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കാൻ കൽപ്പിക്കുകയും, അപ്പൊ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഓർമ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ആ നടന്ന സംഭവം ഇവിടെ റീഎനാക്ട്മെന്റ് ആകുകയാണെന്നുള്ളത്, പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. എന്താണ് കൂദാശ, എന്താണ് ആരാധനാക്രമം എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു. 1076 വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും. എന്താ സന്നിഹിതമാക്കപ്പെടുന്നത്? അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും. അപ്പൊ ഇവിടെ സീറോ മലബാറിൽ നമ്മൾ ആദ്യം തന്നെ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അതായത് ഇതിനെ പറയുന്നത് മനുഷ്യാവതാര കീർത്തനം എന്നാണ്. ഈ മനുഷ്യാവതാര കീർത്തനം പാടുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ അനുസ്മരണമാണത്. ഈശോയുടെ മനുഷ്യാവതാരം ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിക്കപ്പെടുകയും ബലിയർപ്പിക്കുകയും. കണ്ടോ, എന്താണ് ബലിയർപ്പണത്തിൽ സംഭവിക്കുന്നത്? തന്റെ പീഡാനുഭവം, 61-ാം പേജ്, തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും. ഇനി എന്താണ് അവിടെ ഇതൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോയാൽ പോരാ. ഇനി ലത്തീൻ കുർബാനയില് ഇതിന്റെ ഈക്വലൻ, ഇത് പ്രീഫേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആമുഖ ഗീതം. ലത്തീൻ കുർബാനയിലെ പ്രധാന ഒരു ആമുഖ ഗീതം ഞാൻ വീണ്ടും എടുത്ത് ഇവിടെ ഉദ്ധരിക്കുകയാണ്. O Lord, by your incarnation you have reconciled us with the Father. അതിന് മറ്റൊരു വേർഷനാണ്, by the birth he brought renewal to humanity's fallen state. കേട്ടോ, ഇത് കുറച്ചും കൂടി വ്യക്തമല്ലേ? ആമുഖ ഗീതം, പ്രീഫേസ് നമ്പർ 4. On Sundays in ordinary times, the history of salvation. By his birth he brought renewal to the humanity's fallen state, and by his suffering cancelled out our sins. By his raising from the dead he has opened the way to eternal life. By ascending to you, O Father, he has unlocked the gates of heaven. And so with the company of angels and saints we sing hymn of our praise, as without end we acclaim holy, holy, holy. അപ്പോൾ ഇവിടെ എല്ലാവരും ഇനി ശ്രദ്ധിക്കണം. എനിക്കുണ്ടായ അനുഭവം ഇതാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് അത് അവതരിപ്പിക്കാം. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ആരാധനാക്രമത്തെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും പെസഹാ രഹസ്യത്തെക്കുറിച്ചും എത്ര പഠിച്ചാലും എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർക്കുണ്ടായ പോലെ ഈശോ തന്നെ നേരിട്ട് അവരെ പഠിപ്പിച്ചിട്ടും അവർക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒരനുഭവമായില്ല, മനസ്സിലായില്ല. നമ്മുടെ റോമൻ മിസൽ 6 പേജ് നമ്പർ 510, അതായത് ലത്തീൻ ആരാധനാക്രമത്തിന്റെ തക്സ, മലയാളത്തിലെ ഈ തക്സ പോലെ, സുറിയാനിയിലെ ഈ തക്സ പോലെ ഇതിനേക്കാൾ ഒരു 2 മടങ്ങ് വലുതാണ് ലത്തീനിലെ തക്സ. അപ്പൊ മലയാളം റോമൻ മിസൽ എന്നാണ് പറയുന്നത്. അതിൽ 510-ാമത്തെ പേജിൽ ഈ ആമുഖ ഗീതമാണ്. ഞായറാഴ്ചകളിലെ 4-ാം ആമുഖ ഗീതി, രക്ഷയുടെ ചരിത്രം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. അപ്പോ നമ്മളിപ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാണ്. ഇന്ന് എനിക്ക് കുർബാനയിലുണ്ടായ അനുഭവം. അപ്പൊ ഞാനത് പറയുന്നത്, ഇത് ഈ കാറ്റഗിസത്തിൽ പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ, അതായത് ഈശോ എമ്മാഹൂസിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരോട് പറയുക മാത്രമല്ല, അതിൻ്റെ അവസാനത്തിൽ ഈശോ അപ്പം മുറിച്ചപ്പോൾ അവർക്ക് കൊടുത്തു, കുർബാന അർപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാറ്റഗിസം പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ഇന്ന് കുർബാനയുടെ ആരംഭം മുതലേ തന്നെ എൻ്റെ അകത്ത് ഈ ഒരു ആവേശം വന്നു. അതായത് ഇന്നലെ നമ്മൾ പഠിച്ച ഈ കാര്യം എൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഇന്ന് വെളുപ്പിനത്തെ പ്രാർത്ഥനയിൽ എനിക്കൊരു പ്രവചനം വന്നു. ആ പ്രവചനം ഇതായിരുന്നു: നിന്നിൽ ഞാൻ എൻ്റെ നീതി ഒഴുക്കുമെന്ന്. എൻ്റെ നീതി ഒഴുക്കും എന്ന്. ദൈവനീതി നിന്നിൽ ഞാൻ ഒഴുക്കും. എന്താ ദൈവനീതി? ദൈവനീതി എന്ന് പറയുന്നത്, ഈശോ നമ്മുടെ പാപം, ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ നമ്മൾ പാപികളായ നമ്മുടെ, കണ്ടോ ഇതിനകത്ത് ഇംഗ്ലീഷ് എഴുതിയേക്കണുണ്ടോ, the humanity's fallen state. By his birth he brought renewal to humanity's fallen state. Okay, അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോഴും പാപികളാണ്. എന്നാൽ ലോകത്തിലുള്ള സകല പാപവും യേശുക്രിസ്തു ഏറ്റെടുത്തു എന്ന് നമ്മൾ കുർബാനയുടെ മധ്യേ പറയുന്നുണ്ട്. എന്താണ്? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അപ്പൊ എങ്ങനെയാണ് ഭൂലോക പാപം നീക്കിയത്? ഈശോ മനുഷ്യവംശത്തിന്റെ സകല പാപത്തിനും പരിഹാരമായിട്ട് ചെയ്തത് ആദ്യം മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ ആ അവസ്ഥയെ ഈശോ ഏറ്റെടുത്തു. മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ അവസ്ഥ ഏറ്റെടുത്തു. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് വിശ്വസിച്ചേ. അതാണ് കുർബാനയിൽ നമ്മൾ സമർപ്പണ സമയത്ത് ഓർക്കേണ്ടത്. ഈശോയുടെ ശരീരം തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഈശോയുടെ ശരീരത്തിൽ ദൈവവും മനുഷ്യനുമാണ്. നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മളോട് ബന്ധപ്പെട്ടവരും നമ്മൾ ആരുടെയെല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, നമ്മൾക്ക് എന്തെല്ലാം പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. പഴയ മനുഷ്യനെ നവീകരിച്ചു ജനനത്താൽ. ഇവിടെ നമ്മൾ തുടങ്ങണം കുർബാനയിൽ. നമ്മൾ ഈ ഗ്ലോറിയ പാടിയാൽ മാത്രം പോരാ, അത് ജനനത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ ജനനത്താൽ നമ്മുടെ പഴയ മനുഷ്യനെ നവീകരിച്ചു എന്ന്. ആര്? ജനനത്താൽ തന്നെ. ഇത് നമ്മളൊന്ന് വിശ്വസിച്ചേ. ഇന്ന് എനിക്കുണ്ടായ അനുഭവം അതാണ്. അത് ഇംഗ്ലീഷിലാണ്. ത്രൂ റിന്യൂവിങ് ദ ഹ്യൂമാനിറ്റീസ് ഫാളൻ സ്റ്റേറ്റ്. അത് കണ്ടോ, അതാണ് കുറേം കൂടി ശക്തം. അതായത് ബൈ യുവർ ബർത്ത് യു റിന്യൂഡ് ദ ഹ്യൂമാനിറ്റീസ് ഫാളൻ സ്റ്റേറ്റ്.
അത് സീറോ മലബാർ കുർബാനയിൽ പറയുന്നത് ഞങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയെ അങ്ങ് നവീകരിച്ചു. സീറോ മലബാർ ആരാധനാക്രമത്തിൽ പറയും ഞങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയെ അങ്ങ് നവീകരിച്ചു. ഇപ്പോഴും നമ്മൾ അധപ്പതിച്ച അവസ്ഥ തന്നെ ആയിരിക്കാം, പക്ഷേ അത് കർത്താവിനുമായിട്ട് ഒന്നായിരിക്കുന്നു മനുഷ്യാവതാരത്തിലൂടെ. ഇതൊന്ന് വിശ്വസിച്ചു. കണ്ടോ, ഇപ്പൊ ഞാൻ ഇന്ന് അർപ്പിച്ചപ്പോ കർത്താവേ, ഈ അർപ്പണത്തിൽ അങ്ങ് അർപ്പകനും അർപ്പണ വസ്തുവുമാണ്. അങ്ങാകുന്ന അർപ്പണ വസ്തുവാകുന്ന അങ്ങയുടെ ശരീരത്തിൽ മനുഷ്യവംശം മുഴുവന്റെയും അധപ്പതിച്ച അവസ്ഥ, ഫാളൻ സ്റ്റേറ്റിനെ അങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കുരിശിൽ ഉയർത്തിയപ്പോൾ അങ്ങയുടെ by your passion you cancel the sin. അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്തു. അപ്പോൾ പാപങ്ങളെ ഉന്മൂലനം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പാപങ്ങളും ഞാൻ ആരോടെല്ലാം പാപം ചെയ്തോ അവരുടെ പാപങ്ങളും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പാപങ്ങളും കർത്താവ് ഏറ്റെടുത്ത് ഉന്മൂലനം ചെയ്ത് അതിനെ നിഹനിച്ചു. ഇത് ഞാനങ്ങ് വിശ്വസിച്ചപ്പോൾ എൻ്റെ അകത്തേക്ക് ഭയങ്കര ഒരു കൃപാവർഷമുണ്ടായി. എന്നിട്ട് അടുത്ത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ അങ്ങ് എനിക്ക് പുതുജീവൻ നൽകി. അതാണ് ദൈവനീതി. ഇത് ഞാൻ നിങ്ങളെല്ലാവരോടും ആഗ്രഹിക്കുകയാണ്. നാളത്തെ കുർബാനയിൽ നിങ്ങൾ തുടക്കം മുതലേ ഈ ഒരു ആശയത്തിലൂടെ പോകണം. ബലിയർപ്പകനും അർപ്പണ വസ്തുവുമായ ഈശോ നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിലേറ്റെടുത്തു. നമ്മുടെ ഫാളൻ സ്റ്റേറ്റിനെ ശരീരത്തിലേറ്റെടുത്തു. കുരിശിൽ അതിനെ ഉന്മൂലനം ചെയ്തു, മരിച്ചു, അടക്കി, ഉയർത്തപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി. ഇനി ആ പഴയ പാപത്തിന് നമ്മളിൽ ഒരു സ്വാധീനവുമില്ല. ആ പാപത്തെക്കുറിച്ചുള്ള ചിന്തയോ ആ പാപം മൂലമുള്ള പ്രത്യാഘാതങ്ങളെല്ലാം നിഹനിക്കപ്പെട്ടിരിക്കുന്നു. അതിനെല്ലാം നവീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കായിട്ട് സ്വർഗം തുറക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇത് നിങ്ങൾ വിശ്വസിക്കണം. നമ്മളിങ്ങനെ പോയാൽ പോരാ, നമ്മൾ ഈ കുർബാനയും ഈ പ്രബോധനവും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് നമുക്കിതിൻ്റെ അനുഭവത്തിലേക്ക് വരണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇത് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ബലി അർപ്പിക്കാൻ. നിങ്ങളെല്ലാവരും ഈ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി ഈ ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കി. മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടി ചിന്തിക്കാനുള്ളത് സ്വർഗീയ ബലിയാണ്. ഈശോ ഇതെല്ലാം ചെയ്ത് സ്വർഗത്തിലേക്ക് ചെന്നു, പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഇപ്പോ ആ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലി അവിടെ തുടരുകയാണ്, അത് അവസാനിച്ചിട്ടില്ല. ആ ബലിയുടെ ഒരു ചെറിയവരെല്ലാം വലിയവരൊപ്പം ആ ബലിയിൽ നമ്മൾ ഇവിടെ പങ്കുചേരുന്നു. ആ സ്വർഗീയ ബലിയിൽ നമ്മൾ ഇവിടെ പങ്കുചേരുന്നു. താഴെ ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഇതനുസരിച്ച് മുന്നോട്ട് പോകണം. സമയമെടുത്താലും നമുക്ക് ശരിക്ക് കുർബാന അനുഭവിച്ച് മുന്നോട്ട് പോകണം. എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം ക്ഷമയോടെ കാത്തതിനും കേട്ടതിനും നന്ദി.